ഇത് സ്ലാഷർ അല്ല, സ്ലോഷറാണ്. സ്ലോ, അമ്മാതിരി സ്ലോ. ഇൻ എ വയലന്റ് നേച്ചർ, ഡയറക്റ്റഡ് ബൈ എന്തായിരുന്നു, ക്രിസ് നാഷ്. അപ്പോൾ ഇതൊരു കനേഡിയൻ സ്ലാഷർ ത്രില്ലർ സിനിമയാണ്. ഇന്ന് ഈ പടത്തെക്കുറിച്ച്. ആദ്യം തന്നെ ബേസിക്കലി ഞാനൊരു സ്ലാഷർ ത്രില്ലർ പ്രേമിയൊന്നുമല്ല. പിന്നെ ചില ഭയങ്കര പോസിറ്റീവ് റിവ്യൂസൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോഴാണ് ഈ പടം കാണാനായിട്ടിരുന്നത്. ഒരു മോൺസ്റ്റർ കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്ന് അങ്ങനെ നടക്കുവാണ്. ബിക്കോസ് അതിൻ്റെ ഒരു കാര്യം അതിന് നേടാനുണ്ട്. അതിനുവേണ്ടി പുറപ്പെടുന്ന കഥയാണ് ഈ സിനിമ. പടത്തിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ കുറേ കില്ലിങ് സീൻസൊക്കെ വളരെ ബ്രൂട്ടലായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഭീകരമായിരുന്നു. നമ്മളിങ്ങനെ കണ്ണടച്ച് പോകും. ചിലപ്പോൾ നമുക്ക് അറപ്പ് തോന്നും. സ്ലാഷർ പ്രേമികൾക്ക് ഇഷ്ടമാകുന്ന അങ്ങനെ 4-5 വയലൻസ് ഷോട്ടുകൾ അതുമാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓടിച്ചിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. ആ ഒരു യോഗ ചെയ്യുന്ന പെൺകുട്ടിയുടെ ഒരു സീൻ, അത് ഭയങ്കര ഹെവി, അൺസഹിക്കബിൾ, പൊളിയായിരുന്നു പറയാം. അതുപോലെ ഈ പടം മൊത്തം ആ ഒരു വില്ലൻ്റെ അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്ററിൻ്റെ വ്യൂ പോയിന്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ശൈലി വെറൈറ്റി ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇതിൻ്റെ ത്രെഡ്, ആ ഒരു ഐഡിയ ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ എക്സിക്യൂഷനിലാണ് പടം പാളിപ്പോയത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു നടക്കും ഭൂതം അതിങ്ങനെ നടക്കുകയാണ്. നടന്ന് പുള്ളിയുടെ ഊപ്പാടിളകി എന്ന് പറയും. ഞാൻ ഓർത്തു ഇനി ഇങ്ങനെ നടന്ന് കാല് കഴിഞ്ഞല്ലോ ആയിരിക്കും ചാകുക എന്ന്. അതിൽ നടപ്പാണ്, ഒടുക്കത്തെ നടപ്പ്. പടം 1 മണിക്കൂർ 33 മിനിറ്റാണ് പടത്തിൻ്റെ ആകെ നീളം. അതിൽ 1 മണിക്കൂറും കില്ലറിൻ്റെ ഈ ഒരു നടത്തമാണ്. ഒന്നാമത് പുള്ളിയുടെ പേര് തന്നെ സ്ലോ ജോണി എന്നാണ്. കട്ട സ്ലോയിലാണ് പുള്ളിയുടെ നടപ്പ്. സോ ഇങ്ങേരുടെ ഇരകളാകാൻ പോകുന്നവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പുള്ളി നടന്ന് അടുത്ത് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ക്യാബ് എല്ലാം വിളിച്ച് രക്ഷപ്പെട്ടു പോകാവുന്നേ ഉള്ളൂ. സോ സത്യത്തിൽ ആ ഒരു ലാസ്റ്റിൽ ആ ഒരു പെൺകുട്ടി ഒഴിച്ച് ബാക്കി കഥാപാത്രങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കൊല്ലാനും എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇയാളെ ഒരിക്കൽ പിടിച്ച ഒരു പോലീസുകാരനുണ്ട്, അയാൾ വരെ മണ്ടനായിരുന്നു. തുടക്കത്തിൽ ആ ഒരു 3-4 മിനിറ്റുള്ള ഒരു സ്റ്റാറ്റിക് ഷോട്ട് ഉണ്ട്. അത് പിന്നെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ പിന്നെ അങ്ങോട്ട് പടത്തിൽ മൊത്തം ട്രാക്കിംഗ് ഷോട്ടുകളാണ്. ചില ഷോട്ട്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അടൂർ ഗോപാലകൃഷ്ണൻ പോലും ഇത്രയും വലിച്ചു നീട്ടിയിട്ടുള്ള ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. സത്യമാണ്. ഒരു അവാർഡ് പടത്തിൽ, പഴയ മലയാളം അവാർഡ് സിനിമകളിൽ ഒരു കുറേ ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള കില്ലിംഗ് സീൻസ് ചേർത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ പടം. ഒരു അവാർഡ് സ്ലാഷർ അല്ല, സ്ലോഷർ പടം. ഇനി LJP വല്ലതും ആണോ ഈ പടത്തിന്റെ ഡയറക്ടർ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. സത്യം പറ, നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? പടത്തിന് BGM എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അതേതായാലും നന്നായി. ക്യാമറ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എഡിറ്റിങ്ങും വലിയ രസമില്ലായിരുന്നു. പിന്നെ മേക്കപ്പ് അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ആർട്ട് ഡിസൈൻ അങ്ങനെ പറയാമോ എന്നെനിക്കറിയില്ല, അതും കൊള്ളാം. പടം സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ല, എനിക്കിത് ഭയങ്കരമായിട്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കേണ്ട. കാരണം ഈ പടം 2 വിഭാഗക്കാരുണ്ടെന്ന് തോന്നുന്നു. ചിലർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഈ പടം ഒരു ഗംഭീര സ്ലാഷർ ത്രില്ലറായിട്ട് തന്നെ തോന്നാം. ബട്ട് ഒരുപാട് ഹെവി സ്ലാഷർ മൂവീസ് കണ്ടിട്ടുള്ളവരോട് പോയി ഇതിൻ്റെ കാര്യം പറയരുത്. അവർ ചിലപ്പോൾ മൂക്കാമണ്ടക്കിട്ട് അടിക്കും. സോ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഓൾസോ ഈ പടം 18+ മൂവിയാണ്. ഫാമിലി ആയിട്ടിരുന്നും അതുപോലെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളെ ഒന്നും ഈ പടം കാണിക്കരുത്, ദയവേത് കാണിക്കരുത്. സംഭവം എന്തൊക്കെയാണെങ്കിലും ഹെവി ബ്രൂട്ടൽ വയലൻസ് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ സീനിൽ ഇങ്ങനെ മുഖം ഇങ്ങനെ മാറ്റി പിടിച്ചായിരുന്നു. ആകെ മൊത്തം ടോട്ടലിൽ കുറച്ച് ഹെവി ബ്രൂട്ടൽ വയലൻസ് സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതൊരു ബിലോ ആവറേജ് അനുഭവം മാത്രമായിരുന്നു. പടം ഇപ്പോൾ ഡിജിറ്റലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ വേണേൽ മനക്കെട്ടി ഉണ്ടേൽ ഈ പറഞ്ഞ നടക്കുമ്പോഴത്തിൻ്റെ നടപ്പൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കാം. അല്ല, ലാസ്റ്റ് 2 പെണ്ണുങ്ങൾ കൂടി കുറേ കഥയൊക്കെ പറയുന്നുണ്ട്. കരടി പിടിച്ചുകൊണ്ട് പോയ ഏതോ ഒരു അളിയൻ്റെ കഥയൊക്കെ. എന്തിനാണ് എന്തോ തമ്പുരാൻ അറിയാം.